നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടാരക്കര ഇളങ്ങമംഗലം തൂക്കുപാലം നാളെ തുറക്കും. 54 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച പാലം മന്ത്രി കെ എൻ ബാലഗോപാൽ നാടിന് സമർപ്പിക്കും. കൗതുകമായി കബനി നദിക്കരയിലെ ഗോപികയുടെ കൃഷിയിടം. 6.5 ഏക്കറിൽ നിറയെ നെല്ലും പഴവർഗ്ഗങ്ങളും മത്സ്യവും. ഇടുക്കി കാഞ്ചിയാർ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റി. കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് 3 മാസം. പുതിയ ഓഫീസറെ നിയമിക്കാതെ അധികൃതർ. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. കൃഷി ചെയ്യാനാകാതെ കപ്പ കർഷകർ. 5000 മൂട് കപ്പ നശിപ്പിച്ചെന്ന് പരാതി. വിശദമായ വാർത്തകളിലേക്ക്. പാലക്കാട് വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നു. സ്പാനുകൾക്ക് മുകളിൽ കോൺക്രീറ്റിംഗ് തുടങ്ങി. 34 കോടി രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മാണം. ഇതോടൊപ്പം റെയിൽവേയുടെ ഭാഗത്തുള്ള പ്രവൃത്തികളും നടക്കുന്നുണ്ട്. കിഫ്ബി വഴി 34 കോടി രൂപ ചെലവഴിച്ചാണ് വാടാനംകുറിശി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി 1 വർഷം മുൻപ് പൂർത്തിയായതാണ്. പിന്നീട് തുടർ പ്രവൃത്തി ഭാഗികമായി നിലച്ചു. റെയിൽവേയുടെ ഭാഗത്തെ സ്പാൻ നിർമ്മിക്കേണ്ടത് റെയിൽവേയാണ്. എന്നാൽ നടപടി വൈകി. കഴിഞ്ഞ ദിവസം മുതലാണ് പ്രവൃത്തി പുനരാരംഭിച്ചത്. നിലവിൽ സ്പാനുകൾക്ക് മുകളിൽ കോൺക്രീറ്റിംഗ് പുരോഗമിക്കുകയാണ്. RBDCക്കാണ് നിർമ്മാണ ചുമതല. 680 മീറ്റർ നീളത്തിലും 10.5 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന മേൽപ്പാലത്തിൽ നടപ്പാതയും ഒരുക്കുന്നുണ്ട്. 13 തൂണുകളാണുള്ളത്. അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തിയും നടക്കുന്നുണ്ട്. റോഡ് സൈഡിൽ കോൺക്രീറ്റ് ഭിത്തിയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട്. റെയിൽവേയുടെ മേൽനോട്ടത്തിൽ പില്ലറുകളുടെയും സ്പാനിന്റെയും നിർമ്മാണം നടക്കുന്നുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വാടാനംകുറിശി മേൽപ്പാലം. അതിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റിംഗ് പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് നടക്കുന്നുണ്ട്. മുകളിൽ അനുബന്ധമായിട്ടുള്ള മറ്റെല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. റെയിൽവേയുടെ ഭാഗത്തുള്ള തൂണുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് നിർമ്മാണം ഇപ്പോൾ കുറച്ച് വേഗത കുറഞ്ഞ് നടക്കുന്നത്. അത് വളരെ വേഗത്തിലാക്കാൻ വേണ്ടി റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗം മാത്രം റെയിൽവേയാണ് ചെയ്യുന്നത്. ബാക്കി മുഴുവൻ ഇപ്പോൾ നേരിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. 3 വർഷം മുൻപാണ് പാലം നിർമ്മാണം തുടങ്ങിയത്. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 2023 ഡിസംബറിൽ പാലം ഉദ്ഘാടനം ചെയ്യുമെന്നറിയിച്ചെങ്കിലും പല കാരണങ്ങളാൽ വൈകി. നിലവിൽ പ്രവൃത്തി വേഗത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പാലം ഉടൻ ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് 18 പട്ടാമ്പി. കർഷകർക്കും കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും ഏറെ പ്രിയപ്പെട്ടതാകുകയാണ് വയനാട് പുൽപ്പള്ളി കബനി നദിക്കരയിലെ ഗോപികയുടെ കൃഷിയിടം. നെൽകൃഷി, മത്സ്യകൃഷി, പഴവർഗ്ഗ കൃഷി അങ്ങനെ 6.5 ഏക്കറിലാണ് ഗോപികയുടെ കൃഷി. ഇപ്പോൾ നെൽകൃഷിയുടെ വിളവെടുപ്പിന്റെ തിരക്കിലാണ് ഗോപിക. എറണാകുളം സ്വദേശിയായ ഗോപിക കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് 5 സ്റ്റാർ ഹോട്ടലിലെ ജോലി ഉപേക്ഷിച്ച് വയനാട്ടിലേക്ക് എത്തിയത്. സ്വന്തമായി വാങ്ങിയ 6.5 ഏക്കർ സ്ഥലത്താണ് ഗോപികയുടെ കൃഷി. 3.5 ഏക്കറിൽ നെൽകൃഷിയാണ്. പൊന്മണി ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നഞ്ചയും പുഞ്ചയും കൃഷി ചെയ്യുന്നുവെന്നാണ് ഗോപികയുടെ പാടത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഞാൻ ശരിക്കും എറണാകുളം സെറ്റിൽഡാണ്. പിന്നെ കൃഷിയോടുള്ള ഇഷ്ടം കാരണം ഇവിടെ വയനാട് വന്ന് സ്ഥലം മേടിച്ചതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഇപ്പം ഇന്ന് കൊയ്ത്താണ്. ഞങ്ങൾ കൊല്ലത്തിൽ 2 പ്രാവശ്യം കൃഷി ഇറക്കുന്നവരാണ്. നമ്മൾ തന്നെ ഊണ് കംപ്ലീറ്റ് ജൈവവനമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചോറ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നതും. 3 ഏക്കർ കരയിടത്തിൽ ഫലവൃക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ബട്ടർ ഫ്രൂട്ട്, കിവി, സ്ട്രോബെറി, ചെറി, മാതളനാരങ്ങ, ഓറഞ്ച്, ബ്ലാക്ക്ബെറി, ഫിഗ്, ലിച്ചി, പാഷൻ ഫ്രൂട്ട്, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട്, പപ്പായ ഇങ്ങനെ നീളുന്നു കൃഷിയിടത്തിലെ ഫലവൃക്ഷങ്ങൾ. 10-ലധികം ഇനത്തിൽപ്പെട്ട തെങ്ങുകളും ഈ കൃഷിയിടത്തിലുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബ്ലൂ സ്ട്രോബെറി, ഗോവ, അതേപോലെ അവക്കാഡോ ആൻഡ് റംബൂട്ടാൻ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങിൻ തൈകൾ കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് എൻറ്റർമംഗള അത് തൈ വെച്ചിട്ടുണ്ട്, കുറേ കവുങ്ങ്. പിന്നെ തേനീച്ച ഒരു ഭാഗത്തായിട്ട് തേനീച്ച നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഗോപികയ്ക്ക് പിന്തുണയുമായി ഭർത്താവും ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയറുമായ സന്തോഷ് കുമാർ കൂടി എത്തിയതോടെ കൃഷിയുടെ രീതി തന്നെ മാറി. കൃഷിയിടത്തിൽ ജമുനാപ്യാരി ഇനത്തിൽപ്പെട്ട ആടുകളും വിവിധയിനം കോഴികളും വളർത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ പാടത്തിനും കരഭൂമിക്കുമിടയിലെ വലിയ കുളത്തിൽ മീൻ വളർത്താനും തുടങ്ങി. മാധവൻ സന്തോഷ്, ലക്ഷ്മി സന്തോഷ് എന്നിവരാണ് ഗോപികയുടെ മക്കൾ.
എല്ലാവരുടെയും പിന്തുണയാണ് കൃഷിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ഗോപിക പറയുന്നത്. ന്യൂസ് 18 വയനാട്. കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയതോടെ ഇടുക്കി കാഞ്ചിയാർ കൃഷി ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റി. 3 മാസം മുൻപാണ് ഓഫീസർ സ്ഥലം മാറിപ്പോയത്. പുതിയ ഓഫീസറെ നിയമിക്കാൻ അധികൃതർ താൽപര്യം കാണിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 3 മാസം മുൻപാണ് കാഞ്ചിയാർ കൃഷിഭവനിലെ കൃഷിവികസന ഓഫീസർ സ്ഥലം മാറിപ്പോയത്. അടുത്ത ദിവസം തന്നെ പുതിയതായി ഓഫീസർ എത്തുമെന്നായിരുന്നു നാട്ടുകാർക്ക് ലഭിച്ച വിവരം. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കാഞ്ചിയാറിൽ പുതിയ ഓഫീസർ എത്തിയില്ല. നിലവിൽ ഉപ്പുതറ കൃഷി ഓഫീസർക്കാണ് കാഞ്ചിയാർ കൃഷിഭവന്റെ അധിക ചുമതല. വിശാലമായ കാർഷിക മേഖലയാണ് ഉപ്പുതറ കൃഷി ഓഫീസിന്റെ പരിധിയിലുള്ളത്. അതിനാൽ ഉപ്പുതറയിലെ കൃഷി ഓഫീസർക്ക് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് കാഞ്ചിയാറിലെത്താനാകുക. കാഞ്ചിയാർ കൃഷിഭവനിൽ കഴിഞ്ഞ 3 മാസമായി കൃഷി ഓഫീസറുടെ സേവനം ലഭ്യമില്ലാത്തതിനാൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ജനങ്ങളും കർഷകരും ദുരിതമനുഭവിക്കും. നിലവിലുണ്ടായിരുന്ന കൃഷി ഓഫീസർ പ്രൊമോഷൻ ലഭിച്ച് സ്ഥലം മാറിപ്പോയി. പകരം കാഞ്ചിയാർ കൃഷിഭവനിലേക്ക് ഒരു കൃഷി ഓഫീസറെ നിയമിക്കാനായിട്ട് നാളെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. നിലവിൽ ഉപ്പുതറ കൃഷി ഓഫീസർക്കാണ് കാഞ്ചിയാറിൻ്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ഉപ്പുതറ പോലുള്ള വിസ്തൃതമായ മേഖലയിൽ കൃഷി ഓഫീസർക്ക് അവിടെ ധാരാളം പണികളുണ്ട്. പിന്നെ നമുക്കിവിടെ എത്തുക 2 ദിവസം മാത്രം ആഴ്ചയിൽ. 2 കൃഷിഭവൻ്റെയും പ്രവർത്തന സത്യത്തിൽ താളം തെറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കൃഷി വികസന ഓഫീസർ ഇല്ലാത്തതുമൂലം കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാതെ പഞ്ചായത്ത് അധികൃതരും പ്രതിസന്ധിയിലായി. ജൈവവള വിതരണം, ജലസേചന പമ്പ് സെറ്റ് വിതരണം, മഞ്ഞൾ, ഇഞ്ചി, ഏലം, കുരുമുളക് തുടങ്ങി മറ്റ് കൃഷികൾക്ക് ആവശ്യമായുള്ള സഹായങ്ങൾ എന്നിങ്ങനെ പല പദ്ധതികളും നടപ്പാക്കുന്നത് കൃഷിഭവനുമായി ചേർന്നാണ്. അടിയന്തരമായി കാഞ്ചിയാർ കൃഷിഭവനിലേക്ക് പുതുതായി കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കാഞ്ചിയാർ. കോഴിക്കോട് നിന്നും ന്യൂസ് 18ക്ക് വേണ്ടി വിനോദ് കോവൂർ. ഇടുക്കി അടിമാലി കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡിന്റെ പൂർത്തീകരണത്തിന് പദ്ധതികളായി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിനൊപ്പം MB ഫണ്ട് കൂടി ചേർത്താണ് നിർമ്മാണം. കുരിശുപാറയുൾപ്പെടുന്ന ഗ്രാമീണ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്താൻ കഴിയുന്ന പാതയാണ് കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡ്. കുരങ്ങാട്ടിയിൽ നിന്നും കോട്ടപ്പാറയിൽ നിന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ കുറെയെല്ലാം നടത്തിയെങ്കിലും മധ്യഭാഗത്ത് കുറച്ചു ദൂരം ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. ഡീൻ കുര്യാക്കോസ് MB അനുവദിച്ച 15 ലക്ഷം രൂപ വകയിരുത്തി 385 മീറ്റർ കോൺക്രീറ്റ് ജോലികളും പൂർത്തീകരിച്ചു. 5 ലക്ഷം രൂപ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും വകയിരുത്തിയതോടെയാണ് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. കൊരങ്ങാട്ടിയിൽ നിന്നും ഏകദേശം കോൺക്രീറ്റ് പൂർത്തിയായ ഭാഗത്തു നിന്ന് 385 മീറ്ററോളം 15 ലക്ഷം രൂപ MB ഫണ്ടിൽ നിന്നും ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ബാക്കി കുറച്ച് ഭാഗം നിലവിൽ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. അത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ 5 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ എടുത്തിട്ടുള്ളതാണ്. അതുകൂടി പൂർത്തീകരിക്കുവാൻ ഇത് ടെൻഡർ എടുത്ത കോൺട്രാക്ടർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുരിശുപാറയിലൊരു യാത്രാക്ലേശം പരിഹരിച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് അടിമാലിയിലേക്ക് 5 കിലോമീറ്റർ ദൂരത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. റോഡ് സഞ്ചാരയോഗ്യമാകുന്നതോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്കും വലിയ സഹായമാകും. കൂടാതെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് എളുപ്പം അടിമാലിയിൽ എത്താനുമാകും. 100 കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന കോട്ടപ്പാറയിലേക്കുള്ള യാത്രയ്ക്കും കുരിശുപാറ കോട്ടപ്പാറ കൊരങ്ങാട്ടി റോഡ് ഏറെ പ്രയോജനപ്പെടും. ന്യൂസ് 18 അടിമാലി. ഇടുക്കി വാഗമണ്ണിൽ എത്തിയാൽ വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി ദൃശ്യങ്ങൾക്കൊപ്പം മനോഹരമായ സൂര്യാസ്തമയവും കാണാനാകും. വാഗമണ്ണിൽ നിന്നും ഉപ്പുതറയിലേക്കുള്ള യാത്രയിൽ കാണാം ഈ വ്യൂ പോയിന്റ്. വാഗമണിൽ നിന്നും ഉപ്പുതുറയിലേക്ക് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ പുളിങ്കട്ട 7-ാം നമ്പറിലെത്താം. ആരെയും ആകർഷിക്കും വിധമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പച്ചപുതച്ച തേയിലക്കുന്നുകളും അവയ്ക്കിടയിലൂടെ വരിവരിയായി നിൽക്കുന്ന കമുകും തെങ്ങും അതിനിടയിലെ തടാകവുമൊക്കെ മനോഹര കാഴ്ചകളാണ്. കൂടാതെ വ്യൂ പോയിന്റ് ഭാഗത്തു നിന്നും ചുരമിറങ്ങുന്ന പ്രദേശത്തെ കാഴ്ചകളും ആരുടെയും മനമയക്കും. വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികളെ പുളിങ്കട്ടയിലേക്ക് പ്രധാനമായും ആകർഷിക്കുന്നത് ഇവിടെ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകളാണ്. നോക്കെത്താ ദൂരത്ത് ആകാശം തൊട്ടു നിൽക്കുന്ന മലനിരകൾക്കും മേഘപാളികൾക്കും നിറം നൽകി സൂര്യനസ്തമിക്കുന്ന കാഴ്ച ഏറെ ആസ്വാദ്യകരമാണ്. പുലർക്കാലങ്ങളിൽ ഇവിടെയുണ്ടാകുന്ന മൂടൽമഞ്ഞ് സന്ദർശകർക്ക് വേറിട്ട അനുഭവമാണ്. സഞ്ചാരികൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പുളിങ്കട്ട 7-ാം നമ്പർ വ്യൂ പോയിന്റ്. ന്യൂസ് 18 വാഗമൺ.
മാലിന്യം സ്ഥിരമായി ജനവാസ മേഖലയിൽ തള്ളുന്നത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മലപ്പുറം ആലിങ്കൽ നിവാസികൾ. ഇവിടുത്തെ പടി വെണ്ടല്ലൂർ തോടിലാണ് മാലിന്യം ഒഴുക്കുന്നത് പതിവായിരിക്കുന്നത്. ഇതോടെ രോഗഭീതിയിലാണ് നാട്ടുകാർ. കാർഷിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന തോടിലാണ് സ്ഥിരമായി മാലിന്യം ഒഴുക്കുന്നത്. ശുചിമുറി മാലിന്യം അടക്കം വെള്ളത്തിൽ കലർത്തുന്നത് പതിവായതോടെ നാട്ടുകാർ വലിയ പ്രയാസത്തിലാണ്. വെണ്ടല്ലൂർ ആലുക്കൽപ്പടിയിലെ തോട്ടിലാണ് മാലിന്യം ഒഴുക്കുന്നത്. തോടിനെ ആശ്രയിച്ച് നിരവധി പേരാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കുളിക്കാനും അലക്കാനുമായി ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. കൃഷിക്കാവശ്യമായ വെള്ളം പോലും തോട്ടിൽ നിന്ന് എടുക്കാൻ കഴിയില്ലെന്ന് കർഷകർ പറയുന്നു. നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ ഏരിയകളൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പണിക്കാരെ ബംഗാളികളും ആസാമുകാരൊക്കെ അത് ഉപയോഗിച്ച് അതിൽ കുളിക്കുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു ഏകദേശം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ 10-10:30 മണിയാണ്. ആ സമയം വരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് ശേഷം ഉണ്ടായതാണ് ഏതോ ഹോട്ടൽ വേസ്റ്റ് ആണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, സംശയം. ഇവിടെ ഈ തോട്ടിൽ കൂടുന്നത് അല്ലെങ്കിൽ തന്നെ മാലിന്യം തള്ളാൻ ഒരു നല്ല സ്ഥലമാണ് തോട് എന്നുള്ളതാണ് എല്ലാവരും കണക്കാക്കുന്നത്. അത് അറവ് മാലിന്യമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. എല്ലാ സംഗതികളും ഇവിടെ നിക്ഷേപിക്കുകയാണ് ഇപ്പോൾ തോട്ട് കൂടുന്നത്. രാത്രിയാണ് മാലിന്യം തള്ളുന്നത്. സാമ്യവിരുദ്ധ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു 10 മണിക്ക് ശേഷം ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് അത് വന്ന് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഞാൻ കുറേ ആൾക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ അവിടെ കുപ്പിയൊക്കെ വന്നിട്ട് 100 കണക്കിന് ബീറിൻ്റെ കുപ്പിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതവർ കണ്ടുപോയി. ഇപ്പോൾ വേറെ പല ആൾക്കാരും വന്ന് കണ്ടുപോയി. നമ്മുടെ ഈ നിൽക്കുന്ന റോഡ് സൈഡ് മൊത്തം ഒരാഴ്ചയിൽ എങ്ങനെയായാലും ഒരു 200 കുപ്പിയെങ്കിലും ഞങ്ങൾ പെറുക്കി കയറ്റണം. അത് നെല്ലിലേക്ക് ഇടാണ്. നെല്ലിൽ നിന്നാണ് ഞങ്ങളത് പെറുക്കി കയറ്റുന്നത്. ഈ ബുദ്ധിമുട്ട് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ റോഡ് വന്നതിന് ശേഷം കുറച്ച് കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന് മുമ്പ് അങ്ങനെ വലിയൊരു വിഷയമുണ്ട്. അതിന് പോലീസൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. സമീപത്ത് സ്കൂളുകളും ആരാധനാലയങ്ങളും ഉണ്ട്. ഇവിടേക്കെല്ലാം തോടിന് സമീപമുള്ള പൈങ്കണ്ണൂർ വെണ്ടല്ലൂർ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമാണ്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ന്യൂസ് 18 തിരൂർ. കൊട്ടാരക്കര കുളക്കട ഇളങ്ങമംഗലം തൂക്കുപാലം നാളെ മന്ത്രി നാടിന് സമർപ്പിക്കും. പ്രളയത്തിൽ തകർന്ന പാലം 54 ലക്ഷം രൂപ ചിലവാക്കിയാണ് നവീകരിച്ചത്. പാലത്തിലേക്കുള്ള നടപ്പാതയും ടൈൽ പാകിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2013 MLA ആയിരുന്ന അഡ്വക്കേറ്റ് ഐഷ പൊറ്റിയുടെ ശ്രമഫലമായായിരുന്നു പാലം നിർമ്മിച്ചത്. 2018 വലിയ പ്രളയത്തിൽ പാലം തകർന്നു. 5 വർഷത്തിലേറെയായി യാത്രാ ദുരിതത്തിലായ പ്രദേശവാസികൾക്ക് ഇപ്പോൾ പാലത്തിന്റെ നവീകരണം ആശ്വാസമായിരിക്കുകയാണ്. 100 കണക്കിന് ആളുകൾ ദൈനംദിനം ആറിന് അക്കരയും ഇക്കരയും സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു മേഖലയിൽ വന്ന ഈ തൂക്കുപാലം അവർക്കേറെ ഗതാഗതത്തിന് സഞ്ചാരത്തിന് സൗകര്യപ്രദമായി. ഇത് നിരോധിക്കപ്പെട്ട കാലത്ത് ജനം വല്ലാതെ ബുദ്ധിമുട്ടി. ഏതാണ്ട് 5 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ചാണ് ഏനാത്ത് വഴി MC റോഡിൽ ഇളങ്ങമംഗലം പ്രദേശത്തെ ആളുകൾ എത്തിയിരുന്നത്. അതിനെല്ലാം വലിയൊരു പരിഹാരമായി. ധനമന്ത്രി KN ബാലഗോപാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപ ചെലവിട്ടാണ് പാലം നവീകരിച്ചത്. 4 അടി വീതിയിൽ 225 അടി നീളത്തിലാണ് കല്ലടയാറിന് കുറുകെ പാലം നവീകരിച്ചത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാലത്തിന്റെ കൈവരികളിൽ കമ്പിവലകൾ സ്ഥാപിച്ചു. തുരുമ്പിച്ച തൂക്കുകമ്പികൾ മാറ്റി അലുമിനിയം ഷീറ്റുകളും പാകി. ഇതുമായിട്ട് ഇളങ്ങമംഗലം നിവാസികൾ നിരന്തരം പല അവസാനം മനുഷ്യാവകാശ കമ്മീഷനിൽ വരെ ഞങ്ങൾ പരാതി കൊണ്ടുപോയി. മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഇതിന് പാലം നിർമ്മിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തതാണ്. അങ്ങനെ എല്ലാ വാതിലുകളും മുട്ടിയപ്പോഴാണ് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 54 ലക്ഷം രൂപ മുടക്കി ഇപ്പോൾ ഈ പാലം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നടപ്പാതയുടെ നിർമ്മാണ ചുമതല. ഇന്റർലോക്ക് ടൈൽ പാകുകയും ഇരുമ്പ് പൈപ്പിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നവീകരിച്ച തൂക്കുപാലം നാളെ ധനമന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. മൂന്നാർ ടൗണിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഫലവത്തായ ഇടപെടൽ ഉണ്ടാകാത്തതിന് എതിരെ പ്രതിഷേധം ശക്തം. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ശനി ഞായർ ദിവസങ്ങളിൽ പോലും വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത്. ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. സീസൺ ആരംഭിച്ച് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത്. വിഷയത്തിൽ പരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമൊക്കെ ചെയ്യാറുണ്ട്.
പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയപ്പെടുന്ന ഗതാഗത പരിഷ്കരണം വേണ്ട വിധം നടക്കാതെ വരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോപണമുണ്ട്. கான்ஸ்டபிள்ஸ் அதாவது இந்த டிராஃபிக் போலீஸ் வந்து ரொம்ப கம்மியாக இருக்காங்க இதில் வேலை செய்யறதுக்கு. அதனால் அந்த உத்தியோகமான கூட்டணும் வர்ற கெஸ்ட்டுங்களுக்கு, அதாவது மூணார் மேகலையை பொறுத்தளவில் கெஸ்ட்டு வந்தால் மட்டும்தான் இங்கே தொழில் பிஸ்னஸ் இருக்குது. ஆகவே இந்த டிராஃபிக் இந்த அடிസ്ഥാനத்தில் எல்லா டிராஃபிக் போலீஸ்களை கூட்டி இந்த வரக்கூடிய கெஸ்ட்டுகளுக்கு இங்கே நமக்குள்ள பார்க்கிங் வசதிகள் வந்து ரொம்ப தீரப்பரவாக இருக்குது. 90% அதை எங்கேயாவது சம்விதான பார்க்கிங்குள்ள வசதிகளை ചെയ്തു കൊടുക്കുമാറ് വേണ്ടിവരും പ്രൈവറ്റ് സാർക്കാർ. ശൈത്യകാലവും മധ്യവേനൽ അവധിക്കാലവും വരാനിരിക്കെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തീരുമാനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കിയില്ലെങ്കിൽ മൂന്നാർ ടൗണും പരിസരവും ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയും വിനോദസഞ്ചാരത്തിന് ഇത് തിരിച്ചടിയാകുകയും ചെയ്യും. ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. ക്ഷീര കാർഷിക മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അവബോധം ലക്ഷ്യമാക്കിയ ക്ഷീര വികസന വകുപ്പ് പദ്ധതി മാതൃകയാകുന്നു. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സ്റ്റുഡൻസ് ഡയറി ക്ലബിന്റെ പ്രവർത്തനമാണ് ശ്രദ്ധേയമാകുന്നത്. ക്ഷീരമേഖലയെ പരിചയപ്പെടുത്തുന്നതിനും താൽപ്പര്യം വളർത്തുന്നതിനുമായാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ് പദ്ധതി നടപ്പിലാക്കുന്നത്. പുതിയ വർഷത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഏക സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബാണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചത്. സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കീരിക്കാട് ക്ഷീരസംഘത്തിന്റെ സഹകരണത്തോടെ പശുപരിപാലനം, പാൽ ഉൽപ്പന്ന നിർമ്മാണം, ക്ഷീരമേഖലയിലെ തൊഴിൽ സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകും. ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ അവസരവും ഒരുക്കും. 10 വിദ്യാർത്ഥികളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 2 വിദ്യാർത്ഥികൾക്ക് പശുക്കിടാവിനെയും സൗജന്യമായി നൽകി. രാജീവ്, നാസർ ബാബു എന്നീ ക്ഷീര കർഷകർ സൗജന്യമായ ക്ലബിന് നൽകിയ പശുക്കിടാവുകളെയാണ് വിദ്യാർത്ഥിനികൾക്ക് നൽകിയത്. സ്റ്റുഡൻസ് ഡയറി ക്ലബ് മാതൃകാപരമാണെന്ന് യു പ്രതിഭ MLA പറഞ്ഞു. ക്ഷീരമേഖലയുമായി കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അടുത്ത് ഇടപഴകിക്കൊണ്ട് അതിലെ തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള പാൽ ഉപയോഗിക്കേണ്ട ആവശ്യകത അതിനെപ്പറ്റിയൊക്കെ തന്നെ അവർക്ക് സമൂഹത്തിൽ ഒരു അവബോധം പകർന്നു കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കായംകുളം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ 148 പോയിന്റുകൾ നേടി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ചാമ്പ്യന്മാരായി. വളാഞ്ചേരി MES KVM കോളേജിൽ വെച്ച് നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഗുരുവായൂരപ്പൻ കോളേജ് വിദ്യാർത്ഥി നിയാസ് മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വടക്കാഞ്ചേരി MES KVM കോളേജിൽ വച്ചായിരുന്നു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ്. മത്സരത്തിൽ 148 പോയിന്റുകൾ നേടി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ചാമ്പ്യന്മാരായി. ജിംനേഷ്യങ്ങളും ഫിറ്റ്നസ് സെന്ററുകളും സജീവമായതോടെ ഫിറ്റ്നസ് എന്നതിന്റെ ഒരു പടി കൂടി കടന്ന് ബോഡി ബിൽഡിംഗ് സ്വപ്നം കാണുന്നവർക്കായും കൂടിയാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ആതിഥേയത്വം വഹിച്ച MES KVM കോളേജ് 110 പോയിന്റുകളുമായി 2ാം സ്ഥാനവും ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട 3ാം സ്ഥാനവും നേടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ടീമിനെ ഈ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ മത്സരം നടത്തുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരും കഴിഞ്ഞ വർഷത്തെ 2ാം സ്ഥാനക്കാരായ MES KVM കോളേജ് വളാഞ്ചേരി തമ്മിലാണ് പ്രഥമ മത്സരങ്ങൾ, ഏറ്റവും വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നത്. ഗുരുവായൂരപ്പൻ കോളേജ് വിദ്യാർത്ഥി നിയാസ് മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചാമ്പ്യൻഷിപ്പിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥികളെ ചടങ്ങിൽ തിരഞ്ഞെടുത്തു. ന്യൂസ് 18 തിരൂർ. ന്യൂസ് 8 വേണ്ടി തൃശ്ശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. കോതമംഗലം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തി പുനർനിർണയത്തിൽ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ തീരുമാനം 1 വർഷം കഴിഞ്ഞിട്ടും നടപ്പായില്ലെന്ന് പരാതി. ജനവാസ മേഖല പൂർണ്ണമായി ഒഴിവാക്കി അതിർത്തി പുനർനിർണയം ചെയ്യാനായിരുന്നു തീരുമാനം. 1983 നിലവിൽ വന്ന തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ അതിർത്തിക്കുള്ളിൽ 12,000-ഓളം ജനങ്ങളും 9 ചതുരശ്ര കിലോമീറ്റർ റവന്യൂ ഭൂമിയും ഉൾപ്പെടുന്നു. 2020 ബഫർ സോൺ പ്രഖ്യാപനം വന്നതു മുതൽ കിഫ അടക്കമുള്ള കർഷക സംഘടനകൾ ശക്തമായ പ്രതിരോധം തീർക്കുകയും
അതിർത്തി പുനർനിർണയിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതിനെ തുടർന്ന് 2023 ജനുവരി 19 കൂടിയ സംസ്ഥാന വന്യജീവി ബോർഡ് ഈ വിഷയം പ്രത്യേക അജണ്ടയായി പരിഗണിച്ച് അതിർത്തി പുനർനിർണയിക്കാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള ജനവാസ മേഖല പൂർണ്ണമായി ഒഴിവാക്കി അതിർത്തി പുനർനിർണയം ചെയ്യാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡ് 19/1/2023 തീരുമാനമെടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടികൾ എങ്ങുമെത്തിയില്ല. വനംവകുപ്പിന് ഈ വിഷയത്തിൽ കൃത്യമായ താല്പര്യമില്ലായ്മ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ഒരു തരത്തിൽ ഞങ്ങളെ ഈ അവസ്ഥ, ഈ കഷ്ടപ്പാട്, വന്യജീവികളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഏരിയയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ വീണ്ടും തുടരാനാണ് തീരുമാനം. അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ഈ ജനവാസ മേഖലയിൽ വരുന്ന ആളുകളുടെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. വന്യമൃഗശല്യം രൂക്ഷമാണെന്നും സ്വന്തം പറമ്പിലെ മരം വെട്ടി വിൽക്കാനോ സ്ഥലം പണയപ്പെടുത്താനോ പറ്റാത്ത അവസ്ഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വന്യമൃഗശല്യം ഭയങ്കര രൂക്ഷമാണ്. കുരങ്ങ് മുതൽ മലയണ്ണാൻ മുതൽ ആന വരെ, ഈ തൊട്ടടുത്ത് വരെ, നമ്മുടെ ഈ റോഡിന്റെ തൊട്ടടുത്ത് വരെ ആന വന്നാണ്. രാത്രിയിലും പകലും ഇല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. ഒരു സാധനം ഞങ്ങൾക്ക് കുഴിച്ചിട്ട് അതിന്റെ ആദായം എടുക്കാൻ സാധിക്കുന്നില്ല. പുനർനിർണയം വൈകുന്നതിനെതിരെ കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസും രംഗത്തെത്തി. പട്ടയ ഭൂമി 9 സ്ക്വയർ കിലോമീറ്റർ ഇതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഈ ബഫർ സോൺ വിഷയം എന്ന് പറയുന്നത് അതിർത്തിക്ക് പുറത്തേക്കാണ്. അത് രണ്ടാമത് വരുന്ന കാര്യമാണ്. ആദ്യമേ ഇതിന് അതിർത്തി പുനർനിർണയം ചെയ്താൽ മാത്രമാണ്, ബോർഡർ എവിടെയാണെന്ന് അറിഞ്ഞാലാണ് പിന്നെ ഇക്കോ സെൻസിറ്റീവ് സോണിന്റെ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളും അതിൽ എക്സംഷൻസ് ഒക്കെ വരുന്നത്. ശരിക്കും ഒരു വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രദേശം. ഉരുളനണ്ണി മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. ന്യൂസ് 18 കോതമംഗലം. കാർഷിക കേരളം. ലാഭകരമല്ലെന്ന കാരണത്താൽ നെൽകൃഷി പലരും ഉപേക്ഷിക്കുമ്പോഴും കഴിഞ്ഞ 10 വർഷമായി മുടങ്ങാതെ പാടത്ത് കൃഷിയിറക്കുന്ന ഒരു വനിതാ കർഷകയുണ്ട് ഇടുക്കിയിൽ. അടിമാലി സ്വദേശിനി ലാലി എൽദോസാണ് ആ മാതൃകാ കർഷക. 2.5 ഏക്കറോളം വരുന്ന പാടത്താണ് ലാലി ഇത്തവണ നെൽകൃഷി നടത്തിയത്. ഇതിനകത്ത് ഞാനും ഭവാനി കുഞ്ഞപ്പനും കൂടെ വന്നാണ്. ഞങ്ങൾ 2 കൂട്ടർ കൂടി കാട് വെട്ടി തെളിച്ച് പണി ചെയ്തതാണിത്. വർഷങ്ങളായത് ചെയ്യണം, പക്ഷെ കൊയ്ത്തുത്സവം വയ്ക്കണം ആദ്യമായിട്ടാണ്. നെൽകൃഷിയിൽ നിന്ന് പല കർഷകരും പിന്നോട്ടു പോകുമ്പോഴും കഴിഞ്ഞ 10 വർഷമായി മുടങ്ങാതെ നെൽകൃഷി ചെയ്തു വരുന്ന കർഷകയാണ് അടിമാലി മില്ലുംപടിയിലെ വെള്ളാങ്കണ്ടത്തിൽ ലാലി എൽദോസ്. 2.5 ഏക്കറോളം സ്ഥലത്താണ് ഇത്തവണ ഇവർ വിത്തിറക്കിയത്. പൊന്മണി, H4 എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. കൃഷിയിൽ ഇത്തവണയും ലാലിക്ക് മികച്ച വിളവ് ലഭിച്ചു. ഈ കൃഷിയൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ തൊഴിലുറപ്പിപ്പെടുത്തിയെങ്കിലും 10 പണി കിട്ടിയാൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകുള്ളൂ. അല്ലാതെ ഒരു രീതിയിൽ ഈ കൃഷി മുമ്പോട്ട് പോകില്ല. പണിയാൻ ആളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. കൃഷിഭവനിൽ ട്രാക്ടറുണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യം വന്ന് കുറച്ച് പൊടി ഒഴുകാൻ കൃഷിഭവനിൽ വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ പാടത്തേക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടിയോ ഇതൊന്നുമില്ല. ഇതെല്ലാം ഇനി കാട് കയറി പോവുള്ളൂ. ഞങ്ങൾ കൃഷി നിർത്തിയാൽ പിന്നെ ഒരു മനുഷ്യനും ഇത് കൃഷി ചെയ്യില്ല. അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസി മാത്യു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെലവുകൾ താരതമ്യം ചെയ്താൽ നെൽകൃഷി ലാഭകരമല്ല. എന്നാൽ സ്വന്തം പാടത്തെ നെല്ലിനോടുള്ള താല്പര്യമാണ് ജിൻസിയെ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കൃഷി വകുപ്പും മറ്റ് സർക്കാർ വിഭാഗവും പിന്തുണച്ചാൽ മാത്രമേ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന് ലാലി എൽദോസ് പറയുന്നു. ന്യൂസ് 18 അടിമാലി. കാസർകോട്ടെ കപ്പ കർഷകർക്ക് വെല്ലുവിളി ഉയർത്തി കാട്ടുപന്നികൾ. വെള്ളരിക്കുണ്ടിൽ ബിനു ജോൺ എന്ന കർഷകന്റെ 5000-ഓളം മൂട് മരച്ചീനി പന്നിക്കൂട്ടങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. സമാന അവസ്ഥയിലാണ് മലയോര മേഖലയിലെ ഭൂരിഭാഗം കർഷകരും. കാസർകോട്ടെ കപ്പ കർഷകർക്ക് പറയാനുള്ളത് കണ്ണീരിന്റെ കഥ മാത്രം. വെസ്റ്റളേരിപ്പറമ്പ് സ്വദേശി ബിനു ജോൺ തുരുത്തേൽ എന്ന കർഷകന്റെ വിളവെടുക്കാൻ പാകമായ 5000-ഓളം ചുവട് കപ്പ കൃഷിയിൽ 90% പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു. വെള്ളരിക്കുണ്ട് പന്നിത്തടം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ 4 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷിയോഗ്യമാക്കിയാണ് ബിനു കൃഷി തുടങ്ങിയത്. 3 ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്ത് തുടങ്ങിയ കൃഷി 1 വർഷത്തോളം ഉറക്കമൊഴിച്ച് കാവൽ കിടന്നാണ് ഈ കർഷകൻ പരിപാലിച്ചു വളർത്തിയത്. മാതാപിതാക്കളും ഭാര്യയും 5 മക്കളും അടങ്ങുന്ന ബിനുവിന്റെ 9 അംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കൃഷി. കാർഷിക രംഗത്ത് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ മുഴുവൻ സമയ കർഷകൻ ഒട്ടേറെ സ്വപ്നങ്ങൾ നെയ്താണ് കപ്പകൃഷി തുടങ്ങിയത്. മക്കളുടെ പഠനവും വീട്ടുചെലവും മറ്റെല്ലാ ആവശ്യങ്ങളും കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. മാർക്കറ്റ് വില അനുസരിച്ച് 7.5 ലക്ഷത്തോളം രൂപ വരവ് പ്രതീക്ഷിച്ചാണ് ബിനു വിളവെടുക്കാൻ തയ്യാറായത്. എന്നാൽ മകളുടെ അഡ്മിഷന്റെ ആവശ്യത്തിനായി കുറച്ചു ദിവസം പുറത്തുപോയി തിരിച്ചെത്തിയപ്പോഴേക്കും പന്നിക്കൂട്ടങ്ങൾ കൃഷിയിടം നിലംപരിശാക്കി.
ആയെങ്കിലും കാര്യങ്ങളൊക്കെ കടങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം പലപ്പോഴായിട്ട് മയിലായി, പന്നിയായി, കപ്പ മൊത്തം കളഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു 4000 ചുവടിൻ്റെ അടുത്ത് പൂർണ്ണമായി കപ്പ കളഞ്ഞു. നമുക്കൊരു 7.5 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ ഒന്നും കിട്ടിയാൽ ഒരു 1000 രൂപ പോലും വരുമാനം കിട്ടാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി മൊത്തം നശിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലക്ഷങ്ങളുടെ കടവും ഒരു വർഷത്തെ അധ്വാനവും പാഴായ ഈ കർഷകൻ അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. അതിനായി അധികൃതർക്ക് മുന്നിൽ കണ്ണീരോടെ കൈകൂപ്പുകയാണ് ഈ കർഷകൻ. ന്യൂസ് 18 കാസർഗോഡ്. പഞ്ചാരി മേളത്തിൽ പതികാലം കൊട്ടി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് 12 വയസ്സുകാരി അനഘ. ഇടുക്കി നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി സ്വദേശിനിയായ അനഘ 8 മാസങ്ങൾ കൊണ്ടാണ് പരിശീലനം പൂർത്തീകരിച്ചത്. അനഘയുടെ പഞ്ചാരി മേളത്തിലെ വിശേഷങ്ങളോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. വാദ്യകലയോടുള്ള ഇഷ്ടമാണ് 7ാം ക്ലാസ്സുകാരിയായ അനഘയെ ചെണ്ടയിലെ താളമേളങ്ങൾ പഠിക്കുന്നതിലേക്ക് എത്തിച്ചത്. 96 അക്ഷരകാലത്തിൽ ചിട്ടപ്പെടുത്തിയ പതികാലം മുതൽ പഞ്ചാരി മേളം കൊട്ടിക്കയറി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഈ മിടുക്കി. ശിവമാഷ് 8 മാസമായിട്ട് പഠിപ്പിക്കുകയാണ്. എൻ്റെ കൂടെ 12 പേര് വേറെ ഉണ്ട്. ഫെബ്രുവരി 11-നാണ് അരങ്ങേറ്റം. മറ്റ് 12 വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അനഘയും പരിശീലനം പൂർത്തീകരിച്ചത്. ചെണ്ട അഭ്യസിക്കാൻ പെൺകുട്ടികളടക്കം നിരവധി വിദ്യാർത്ഥികൾ എത്താറുണ്ടെങ്കിലും പലരും പാതി വഴിയിൽ നിർത്തുമ്പോഴാണ് അനഘ കൈവഴക്കം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. വാദ്യശ്രീ ഷിബു ശിവന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. പല സ്ഥലങ്ങളിലും ചെണ്ടമേളത്തിന്റെ പരിശീലനം നടത്തിയിട്ടുണ്ട്, അതുപോലെ അരങ്ങേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടിയെ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെയൊക്കെ കിട്ടി. പക്ഷേ അവരെല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അനഘ എന്താണെങ്കിലും ഈ കഴിഞ്ഞ 8 മാസത്തെ പരിശീലനം കൊണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ അത് പഠിച്ചെടുക്കുകയും ഈ വരുന്ന ഫെബ്രുവരി 11-ാം തീയതി അരങ്ങേറ്റത്തിന് തയ്യാറായിരിക്കുകയാണ്. നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി ശാഖായോഗം സംഘടിപ്പിച്ച പരിശീലന കളരിയിലൂടെയാണ് അനഘയും മറ്റു കുട്ടികളും പരിശീലനം പൂർത്തിയാക്കിയത്. വാദ്യ കലാകാരനായ ഷിബുമാഷിന്റെ നേതൃത്വത്തിൽ 12 കുട്ടികളെ ഇവിടെ ചെണ്ടമേളം അഭ്യസിപ്പിച്ചു വരികയായിരുന്നു. ഇവിടെ ചുരുങ്ങിയ 8 മാസ കാലയളവിൽ കുട്ടികളുടെ അരങ്ങേറ്റം നെടുങ്കണ്ടം ശ്രീ ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 11-ാം തീയതി നടത്തപ്പെടുകയാണ്. ഫെബ്രുവരി 11-ന് നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന 101 പേരുടെ മേളത്തിലാണ് അനഘയുടെയും കൂട്ടുകാരുടെയും അരങ്ങേറ്റം. ന്യൂസ് 18 ഇടുക്കി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KV ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി